أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് സൂക്ഷ്മാലുക്കളായ നിലയിൽ ജീവിതം തുടരണേ എന്നും സ്വന്തത്തോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, അഥവാ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ സംഭവിച്ചു പോയ പോരായ്മകൾ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ സത്യവിശ്വാസികൾക്കും കരുണക്കടലായ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറുകളെ റഹ്മാനായ റബ്ബ് വിശാലമായ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കട്ടെ. അവരെയും നമ്മെയും നാളെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് ഈ മാസം 13, 14 തീയതികളിലായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കോർണർ മീറ്റിങ്ങിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ ധാരാളം സംഘടനകളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സംഘടനകൾ ഉള്ള ഒരു സ്ഥലം വേണമെങ്കിൽ കേരളം എന്ന് പറയാം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ. ഇത്രയും കടുംപിടുത്തക്കാരായ ആളുകൾ അല്ലാഹുവിൻ്റെ ദുനിയാവിൽ വേറില്ല. എന്നിട്ടും ഒരൊറ്റെണ്ണം നന്നാവണില്ല. അതാണ് സങ്കടം. മിഡിൽ ഈസ്റ്റിലൊക്കെ അറേബ്യൻ നാടുകളിലൊക്കെ ഇഖ്തിലാഫുള്ള ധാരാളം ഉലമാക്കളുണ്ട്.
ഒറ്റ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഫിഖ്ഹിയായ മേഖലയിലാണ്, അഖീദയുടെ മേഖലയിലല്ല. അഖീദയുടെ മേഖലയിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ അവർക്കിടയിൽ ഇഖ്തിലാഫില്ല. മറിച്ച് കർമ്മശാസ്ത്രപരമായ മേഖലയിലാണ് ആ ഇഖ്തിലാഫുള്ളത്. എന്നാൽ പോലും അവിടെ സംഘടനകളില്ല. അഥവാ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ആരും ആരെയും പുറത്താക്കാനോ ഇല്ലാത്തത് പറയാനോ തയ്യാറില്ല. മുവഹിദുകൾക്ക് നേരെ ശിർക്കാരോപിക്കുന്നവരില്ല, ജാറം കെട്ടിപ്പൊക്കി അതുകൊണ്ട് അരിവാങ്ങുന്നവരില്ല, മുവഹിദുകൾ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരല്ല എന്ന് പറയുന്ന അന്ധവിശ്വാസികളൊന്നും അവിടെ ഇല്ല. കർമ്മശാസ്ത്ര മേഖലയിൽ മാത്രമാണ് അവർക്കിടയിലുള്ള ഇഖ്തിലാഫുള്ളത്. എന്നിരുന്നാൽ തന്നെയും എല്ലാ സംഘടനകളും കേരളത്തിൽ മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അവരെല്ലാവരും പറയും ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ. കേൾക്കുന്ന ആളുകൾ വല്ലാതെ ഇടങ്ങേറായി പോകും. ഇതിലിപ്പോൾ ഒരുപാട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്തായാലും ഉണ്ടാവില്ല, ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഒന്നിലധികം സത്യങ്ങളില്ല, ഒരു സത്യമേ ഉണ്ടാവൂ എന്നതാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ ആരാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നയുടെ ആളുകൾ? അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്തിൻ്റെ അഹ്ലുകാർ എന്നാണ് എൻ്റെ അർത്ഥം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിയായ സുന്നത്തല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാണ് അവിടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന, ആ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും റോൾ മോഡലായി അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് അഹ്ലുസുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ അഹ്ലുസുന്നത്ത് ഞങ്ങളാണ് എന്ന് നാഴികക്ക് 40 വട്ടവും ഇവിടെ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞ് ഒരു പെണ്ണിൻ്റെ മുടി കൊണ്ടുവരികയും പൊടിയാണ് എന്ന് പറഞ്ഞ് കുറേ പൊടി കൊണ്ടുവരും. പിന്നെ ഇനി ഒരു പക്ഷേ വല്ല മൂക്കട്ടയോ അല്ലെങ്കിൽ കാഷ്ടമോ ഒക്കെ കൊണ്ടുവന്നാലും അത് കലക്കി കൊടുക്കാനും കുടിക്കാനും തയ്യാറുള്ളൊരു സമൂഹം ഇവിടെയുണ്ട്. അതിനെ എതിർക്കുന്ന അതേ നിറവും മണവും കോലവുമുള്ള മറ്റൊരു വിഭാഗവും ഇവിടെയുണ്ട്. ഇവരൊക്കെ പറയുന്നതും അഹ്ലുസുന്നയുടെ ആളുകൾ ഞങ്ങളാണ് എന്നാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ളൊരു സംഗതി, നാഴികക്ക് 40 വട്ടവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആവില്ല. ഒരു കളവ് പറയുന്ന ഒരു സംഗതി, ഒരു വ്യക്തി കളവ് പറയുന്ന ഒരു വ്യക്തി അയാളുടെ സംസാരത്തിൽ എപ്പോഴും അയാൾ പറയും ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ്. കാരണം അയാൾക്ക് തന്നെ ഉറപ്പില്ല അയാൾ പറയണത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം മനസ്സിലാക്കുമോ കള്ളനാണ്. അതാണ് തിരിച്ചറിയാനുള്ള മലയാളി മാർഗമാണ്. അതൊക്കെ നാടൻ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ സംസാരിച്ചാൽ അതിൽ 59 മിനിറ്റ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയൂല, ഉള്ള കാര്യങ്ങൾ പറയുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളാം. പങ്കണോ? എല്ലാവരും പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആരാണ്? എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ബാങ്കല്ലേ?
അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം 2016 ഫെബ്രുവരി 13-14 തീയതികളിൽ കോഴിക്കോട്. ഹൃദ്യമായി ക്ഷണിക്കുന്നു നിങ്ങളെയും കുടുംബത്തെയും. സഹോദരങ്ങളെ, സാന്ദർഭികമായൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിൻ്റെ ലഫ്ലുകളെ മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ മടക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. 2 ഹയ്യാലകളിൽ ഒഴികെ, 2 ഹയ്യാലയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. ബാങ്കിൻ്റെ ലഫ്ല് പറഞ്ഞ് തീർന്നാൽ, ബാങ്കിൻ്റെ ലഫ്ലിൻ്റെ അവസാനത്തെ പദമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് തീർന്നാൽ അതുകൂടെ മടക്കിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ വാജിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്തിൻ്റെ ഇന്നക ഹമീദു മജീദ് വരേക്കും ചൊല്ലലാണ് ഏറ്റവും അഫ്ളലായത്. സ്വലാത്ത് ചൊല്ലൽ വാജിബാണ്. അതിനുശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന് തുടങ്ങുന്ന ദുആ ചൊല്ലേണ്ടത്. ആ ദുആഉം കഴിഞ്ഞാൽ വീണ്ടും പറയണം റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമ ദീനൻ വബി മുഹമ്മദിൻ റസൂല എന്ന് ആരെങ്കിലും പൂർത്തിയാക്കി പറഞ്ഞാൽ ഗുഫറ ലഹു ദംബഹു ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ബാങ്ക് കഴിഞ്ഞാൽ ഉടനെ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. എന്നാൽ ബാങ്കിൻ്റെ മുമ്പ് ഒരു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തത് ചെയ്യുകയും ചെയ്യും, പഠിപ്പിച്ചതൊട്ട് പഠിപ്പിക്കുകയും ചെയ്യില്ലാത്തൊരവസ്ഥ സമൂഹത്തിൽ നിലവിലുള്ളത് കൊണ്ട് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ആരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്? എന്താണ് അഹ്ലുസുന്ന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതാണോ, അതല്ല സ്വഹാബത്തിൻ്റെ കാലത്തുള്ളതാണോ? സാധാരണ നിലക്ക് മുസ്ലിയാക്കന്മാർ സംസാരിക്കുമ്പോഴൊക്കെ പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നാണ്. അത് നുണയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായം 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ. എൻ്റെ സമുദായം 73 വിഭാഗമാകുന്നതിൽ എല്ലാ വിഭാഗങ്ങളും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ചോദിക്കപ്പെട്ടു, ആരാണ് ആ വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്ന, ഞാനും എൻ്റെ സ്വഹാബത്തും ഈ ദിവസത്തിൽ ഏതൊരു നിലപാടിലാണോ ഉള്ളത് അവരാണ് സ്വർഗത്തിലെന്നാണ്. പക്ഷേ മുസ്ലിയാക്കന്മാർ മറ്റു ചില കിതാബുകളിൽ നിന്നും ഹദീസായി പറയാറുള്ള വചനം ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അള്ളാൻ്റെ റസൂൽ അങ്ങനെ ഒരു പദം പറഞ്ഞതായി ഒറ്റ സ്വഹീഹായ ഹദീസിലും കാണുകയില്ല. വിശദീകരണം എന്ന നിലക്ക് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മാ അന അലൈഹി വ അസ്ഹാബി എന്നത് അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയാണ് എന്ന് പൂർവികരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ ഹദീസിൽ ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കാരണം അന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ഒരു ലേബൽ നിലവിലില്ല, അൽ ജമാഅ മാത്രമാണെന്നുള്ളത്. പിൽക്കാലത്ത് ഇസ്ലാമിൽ അവാന്തര വിഭാഗങ്ങൾ ഉടലെടുക്കുകയും അഥവാ അബ്ദുല്ലാഹ് ബിൻ സബഅ എന്ന പേരുള്ള ജൂതൻ്റെ ബുദ്ധി പ്രവർത്തിച്ച് അവൻ മുസ്ലിമായി അഭിനയിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നുകൊണ്ട് മൂപ്പരുടേതായ തനി സ്വഭാവം കാണിച്ചിട്ടാണ് ഷിയയിസം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഖവാരിജുകളും മുഅ്തസിലിയാക്കളും ഷിയാക്കളും അവരുടെ അവാന്തര വിഭാഗങ്ങളൊക്കെ പിൽക്കാലത്തുണ്ടായതാണ്. എല്ലാം കൂടെ തെറ്റിപ്പിരിഞ്ഞൊരു സാഹചര്യമുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഞ്ചരിച്ച ആ മാർഗത്തിൽ നിന്നും സമൂഹം വ്യതിചലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ആ രാജപാത ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ സലഫുസ്സാലിഹികളായ ആളുകൾ സ്വീകരിച്ച ഒരു നാമമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്താണ് അഹ്ലുസുന്ന? മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണ് എന്ന് പറഞ്ഞു. ഫഅലൽ മുഅ്മിൻ ഇത്തിബാഅ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റൽ മുഅ്മിന് ബാധ്യതയാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫസുന്നത്തു എന്നാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് സുന്നത്ത്.
എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ഏകോപിച്ച ഒരു കാര്യത്തിനാണ് അൽ ജമാഅ എന്ന് പറയുക. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതേപടി പിൻപറ്റുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിച്ച, നേർക്കുനേരെ ദീൻ പഠിച്ച സ്വഹാബത്ത് ഏകോപിക്കുകയും ചെയ്ത അഭിപ്രായങ്ങൾ ഏതാണോ അതിനാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഉന്നത്തു താലിബീൻ എന്ന കിതാബിൽ പള്ളിയർസിൽ പഠിപ്പിക്കുന്നുണ്ട്. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അവരത് പഠിപ്പിക്കാഞ്ഞിട്ടുമല്ല, പക്ഷേ വ്യാഖ്യാനങ്ങളും കസർത്തുകളും സൈഡ് മാറിപ്പോകുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരം ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ല അശറഹുൽ അഖായിദിൻ്റെ മുസന്നിഫാണ്. സഅദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ല അശറഹുൽ അഖായിദ് എന്ന കിതാബിനെ ലോകത്തുള്ള മുഴുവൻ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഗ്രൂപ്പുകാരും അംഗീകരിക്കുന്ന കിതാബാണ്. അതിൽ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തു ഹുമുല്ലദീന തരീഖത്തുഹും തരീഖത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി ദൂന അസ്ഹാബിൽ ബിദഇ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തരീഖത്തുഹും തരീഖത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖ സ്വീകരിക്കലാണ്. മാത്രമല്ല അതോടൊപ്പം അസ്ഹാബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും കൂടെ തരീഖ. സഹാബത്തിൻ്റെ തരീഖ ഏതായിരുന്നു? തരീഖത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദൂന അസ്ഹാബിൽ ബിദഇ, ബിദ്അത്തുകാരുടെ ആ മാർഗം സ്വീകരിക്കലല്ല എന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ല എടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞിരുന്നു? പിൽക്കാലത്ത് ഈ ജാതി കടിയാങ്കണ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷ്മത പുലർത്തിയ ബുദ്ധികൂർമ്മതയുള്ള ആളുകൾ എന്ന നിലക്ക് അവരിത് രേഖപ്പെടുത്തി വച്ചു. ശർഹുൽ അഖാദിൻ്റെ വിഷയത്തിൽ ലോകത്താർക്കും തർക്കമില്ല. കേരളത്തിലെ സമസ്ത എ മുതൽ ഇസഡ് വരെയുള്ളതായാലും മുജാഹിദുകളായാലും ജമാഅത്തുകാരായാലും അതുപോലെ ദക്ഷിണയായാലും തബ്ലീഗായാലും അതുപോലെ തന്നെ മുജീബ് മൗലവിയുടെ സംസ്ഥാനയായാലും ആരായാലും ശർഹുൽ അഖാദിൻ്റെ വിഷയത്തിൽ തർക്കമില്ല. ആ കിതാബ് അംഗീകരിക്കുന്നവരാ. അതിലാണ് എഴുതി വെച്ചത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്നവരും സഹാബത്ത് ഏകോപിച്ച അഭിപ്രായത്തെ പിൻപറ്റുന്നവരുമായ ആളുകളാണ്. അവർ മാത്രമാണ് സുന്നത്ത് ജമാഅത്തിലുള്ളത്. അല്ലാത്തവരൊന്നും സുന്നത്ത് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നെയ്യപ്പം എന്ന് പറയാറുണ്ട്. അതിന് സത്യത്തിൽ നെയ്യായിട്ടൊരു ബന്ധം അതിനില്ല, പക്ഷെ പറയുന്നത് നെയ്യപ്പം എന്നാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ മൊത്തം കുത്തകകൾ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ. അവരത് പറയും സുന്നത്ത് ജമാഅത്തും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. താൻ നമുക്കിനി അതൊന്ന് പരിശോധിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ലത്തൻ. ബനു ഇസ്രായേൽ സമുദായം 72 വിഭാഗമായി പിരിഞ്ഞു. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. എൻ്റെ സമുദായമാകട്ടെ 73 വിഭാഗമായി പിരിയുക തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ചോദിക്കപ്പെട്ടു, ഖീല, നബിയെ ആരാണ് ഈ പറഞ്ഞ ഒരു വിഭാഗമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അന അലൈഹി വ അസ്ഹാബി, മറ്റൊരു റിപ്പോർട്ടിൽ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഈ ഒരു ദിവസത്തിൽ ഏത് നിലപാടിലാണോ ഉള്ളത് ആ നിലപാട് സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം. ഇവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. ഇമാം തിർമിദി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത തികച്ചും സ്വഹീഹായ സനദോടു കൂടിയുള്ള ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹാണെന്നുള്ള വിഷയത്തിൽ കേരളത്തിലെ ഒറ്റ ഗ്രൂപ്പുകാർക്കും തർക്കമുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വല്ല തർക്കം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, കാരണം ഇന്ന് നെറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ആ ദിവസത്തിലുള്ള അല്ലെങ്കിൽ ആ പറയപ്പെട്ട സന്ദർഭങ്ങളിലുള്ള നിലപാടെന്തായിരുന്നു എന്നാണ്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്ന് പറഞ്ഞത് സഹാബികൾക്ക് ഒരു കാര്യത്തിൽ വീഴ്ച പറ്റിയാൽ തിരുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഹാളിറുണ്ട്. ഹയ്യുണ്ട്, ഹാളിറുണ്ട്, ഖാദിറുമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാം? തിരുത്താൻ സാധിക്കും. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും നിലപാട് എന്തായിരുന്നു എന്നാണ് നമുക്ക് ആദ്യമായി പരിശോധിക്കേണ്ടത്. ഒന്നാമതായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാണ്. അടിത്തറ അവിടെയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതിലപ്പുറമല്ല. ഇസ്ലാമും മറ്റ് മതങ്ങളും തമ്മിലുള്ള വ്യതിരിക്തത എന്ന് പറയുന്നത് മറ്റു മതങ്ങൾ സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളെ ആരാധിക്കുമ്പോൾ ദീനുൽ ഇസ്ലാം ആകട്ടെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കൂ എന്ന വാശി നിലനിർത്തുന്ന ഒരു സമുദായമാണ്, മതമാണ്. മറ്റുള്ളവരൊക്കെ നമുക്ക് ഹൈന്ദവ സമൂഹത്തെ പരിശോധിച്ചാൽ അറിയാം, ശ്രീരാമനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ശബരിമല അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതവരുടെ വിശ്വാസമാണ്, അതവരുടെ ആരാധനയാണ്. എന്നാൽ അവരാരും പറയുന്നില്ല ശ്രീരാമനാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്നവർ പറയുന്നില്ല, വിശ്വസിക്കുന്നില്ല. ശ്രീരാമനാണ് ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് എന്നവർ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ പരമശിവനാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്നവർ വിശ്വസിക്കുന്നില്ല. ഭഗവതിയാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്നവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരാകട്ടെ അവരെയൊക്കെ ദൈവം കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കുന്നു എന്നാണ് അവരും പറയാറുള്ളത്. കാലാകാലങ്ങളിലുള്ള ബഹുദൈവാരാധകരായ ആളുകളുടെ വാദം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ പറയുന്ന മക്ക മുശ്രിക്കുകൾ എന്ന് പറയുന്നവരും വാദിച്ചത് അത് തന്നെയാണ്. ഇവർക്ക് സ്വയം കഴിവുണ്ടെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവർ സൃഷ്ടികളെ ആരാധിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ എടുക്കാം. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്നവരാണ്, മറിയം ബീവിയെ ആരാധിക്കുന്നവരാണ്, തോമാശ്ലീഹയെ ആരാധിക്കുന്നവരാണ്, ഗീവർഗീസ് പുണ്യാളനെ ആരാധിക്കുന്നവരാണ്. ഇവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇവരാണ്, തോമാശ്ലീഹയാണ്, ഗീവർഗീസ് പുണ്യാളനാണ്, മറിയം ബീവിയാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നില്ല. മറിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെയല്ലാതെ മറ്റൊരൊറ്റ മഖ്ലൂക്കിനെയും, സൃഷ്ടാവായ അല്ലാഹുവിനെയല്ലാതെ സൃഷ്ടികളായ ഒന്നിനെയും ആരാധിക്കാത്തവരാണ് ഇസ്ലാമിൻ്റെ വക്താക്കൾ. മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം തന്നെ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലയാണ്. യുക്തിവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പല രൂപത്തിലും പല മതങ്ങളെയും വിമർശിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, അവർ പറയുന്നതും അംഗീകരിക്കാൻ പറ്റുന്ന മതം എന്ന നിലക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്ന് ഉണ്ട് എങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, ഇസ്ലാം ലോകത്തിന് വിളിച്ചു പറയുന്ന ആ ഒരു ദൈവവിശ്വാസം മാത്രമാണ് അംഗീകരിക്കാൻ പറ്റിയതായി ഉള്ളൂ എന്ന് യുക്തിവാദികളടക്കം പറയുന്നുവെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇസ്ലാമിനെ പറ്റി ലോകം കൃത്യമായി പഠിച്ചിട്ടുണ്ട്, പക്ഷേ സമുദായത്തിലുള്ളവർക്കാണ് പഠനത്തിൽ വീഴ്ച വന്നത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്ന സന്ദർഭത്തിൽ മക്കക്കാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാത്തവരാരും അല്ല ഇല്ല എന്ന് പറഞ്ഞവരല്ല. മറിച്ച് അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് സൃഷ്ടാവ്, ഞങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്, ജീവിപ്പിക്കുന്നത് അവനാണ്, മരിപ്പിക്കുന്നതും അവനാണെന്ന് വിശ്വസിച്ച ആളുകളാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചാൽ നബിയെ, ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത് എന്നവർ പറയും. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ലയഖൂലുന്നല്ലാഹ്, വാനലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് നിർജീവമായി കിടന്ന ഈ ഭൂമിയെ ജീവത്താക്കിയതാരെന്നവരോട് നീ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് എന്നവർ സമ്മതിക്കും, പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണെന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരാണ്, ആരാധിച്ചവരാണ്. ഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന കപ്പലിൽ അവർ കയറിക്കഴിഞ്ഞാൽ ആ കപ്പലിനെ മൂടുന്ന തിരമാല വന്നുകൊണ്ട് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം അവർക്കുണ്ടായാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ആ അല്ലാഹുവിനോട് മാത്രം അവർ പ്രാർത്ഥിക്കുന്നതാണ്. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ,
ആ അപകടാവസ്ഥയിൽ നിന്നെങ്ങാനും അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ അവരതാ ശിർക്ക് ചെയ്യുകയായി. അള്ളാഹു പറഞ്ഞതാണ്, പരിശുദ്ധ ഖുർആനാണ്. അപകട സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒരു സാമാന്യ മര്യാദ പോലും കേരളത്തിൽ പലരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപകടം പറ്റുമ്പോൾ അള്ളാഹുവേ എന്നാണ് മക്കാ മുശ്രിക്കുകൾ എന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും പറയുന്ന മക്കാ മുശ്രിക്കുകൾ അപകട സന്ദർഭത്തിൽ അള്ളാഹനെ മാത്രമാണ് വിളിച്ചത്. പക്ഷെ കേരളത്തിൽ ചില ആളുകൾ വിളിക്കുന്നതോ അപകടം പറ്റുമ്പോൾ വിളിക്കുന്നത് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്നാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് കേട്ടുണ്ടെന്ന് ഓനെ അപ്പ ചവിട്ടും. കാരണം എന്താ? മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാദത്തിനെതിരാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വാദത്തിനെതിരാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിൽപ്പെട്ടതാ. അതുകൊണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് തന്നെ മാലോകരോട് പറഞ്ഞത് എന്താ? അർജൂഹു സുബ്ഹാനഹു അല്ലാ യുഖൈബ ലീ ലന്നൗ ഫഹസ്ബിയ മാ അർജൂഹു ഫില്ലാഹി. എൻ്റെ പ്രതീക്ഷകളൊന്നും മസ്ഥാനത്താകാതിരിക്കാൻ ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത് എൻ്റെ റബ്ബിലാണ്. എൻ്റെ റബ്ബിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷയുള്ളത് എന്ന് മാലോകത്തോട് വിളിച്ചു പറയുന്ന മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ അപകടം പറ്റുമ്പോൾ വിളിക്കുന്ന ആളുകളെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച പ്രചരിപ്പിച്ച ആദർശത്തിന് ആശയങ്ങൾക്ക് വിരുദ്ധമാണത്. അതാ ഞാൻ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകളുടെ ആ ഒരു സാമാന്യ മര്യാദ പോലും ഇവിടെയുള്ള ആളുകൾ പലരും കാണിക്കാറില്ല എന്നുള്ളതാണ്. ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കപ്പലിങ്ങനെ മുങ്ങാനായ ഒരു അവസ്ഥ വന്നപ്പോൾ ആ കപ്പലിൽ നിന്നിട്ട് കുറേ ആൾക്കാരിങ്ങനെ വിളിക്കേണ്ട ബദരീങ്ങളെ എന്നൊരു വിളിച്ചു. അപ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന കപ്പിത്താൻ ചോറ് തിന്നുന്ന ആളായിരുന്നു, അതായത് ബുദ്ധിയുള്ള ആളായിരുന്നു. അയാൾ പറഞ്ഞു, പുന്നാര മക്കളെ, അല്ലെങ്കിൽ തന്നെ കപ്പൽ മുങ്ങാൻ പോകുക. നിങ്ങളുടെ വിളി കേട്ടവർ 300 ചില്ലാൻ ആളുകളോട് വന്നാൽ ഉറപ്പായിട്ട് മുങ്ങും. പഠിച്ചവനോർത്ത് അള്ളാഹനെ വിളിക്കടാ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലാത്തത് കൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരാണോ അവർ മാത്രമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതം മുതൽ പ്രദോഷം പ്രഭാതം വരെ ഓരോ ചലനത്തിൻ്റെ സന്ദർഭത്തിലും പ്രാർത്ഥിക്കാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭത്തിലും ഓരോ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഭാര്യാഭർത്തൃ ജീവിതം തുടങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഉള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊക്കെ അള്ളാഹുവിനെ മാത്രം വിളിച്ചുള്ള ദുആകളാണ്. സഹാബത്ത് പഠിപ്പിച്ചതും അത് തന്നെയാണ്. സലഫുസാലിഹികളായ ആളുകൾ എന്ന് നമ്മൾ പറയുന്ന മുഴുവൻ ആളുകളും ചെയ്തത് തന്നെയാണ്. അള്ളാഹു വല്ലാത്തവരോട് ആരെങ്കിലും തേടുന്നുണ്ടോ ഓ സുന്നത്ത് ജമാഅത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയേ, മാലോകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ, ഇന്നമാ അദ്ഉ റബ്ബി വലാ യുശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, ഞാൻ എൻ്റെ റബ്ബിൽ പങ്കു ചേർക്കുകയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ ചില സഹോദരങ്ങൾ നമ്മളോട് പറയുന്നത് അറിയാമോ? നമ്മൾ അള്ളാഹിനോട് മാത്രമല്ലേ ചോദിക്കാറുള്ളൂ, അല്ലാതെ മുഹിയുദ്ദീൻ ഷെയ്ഖേ ഞങ്ങളുടെ രോഗം മാറ്റണേ, ബദരീങ്ങളെ ഞങ്ങളുടെ രോഗം മാറ്റണേ എന്നൊന്നും ഞങ്ങൾ പറയാറില്ലല്ലോ. അവരുടെ ഹക്ക് കൊണ്ട് തേടാറുള്ളൂ അല്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാറ്? എന്തപ്പോൾ അവരുടെ ഹക്ക് കൊണ്ട് തേടാറുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് പറയാം. എന്താണ് ഹക്ക്? അവരുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ കാര്യം സാധിച്ചു തരണേ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മാറാൻ ഷാഫി സഭായുടെ ചെക്ക് കൊണ്ടുപോയാൽ കിട്ടൂല. നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ എൻ്റെ ചെക്ക് കൊണ്ടുപോയാൽ കിട്ടൂല. അപ്പം നമ്മളൊരു കടയിൽ ചെന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി, വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പറയാം, ഇന്ന സ്ഥലത്തുള്ള മൗലവിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ, മോനിങ്ങ് വന്നേ ആ സാധനം ഇവിടെ വെച്ചാൽ ആ മാറി കിടക്കാം, ഒരു ചവിട്ടിയാൻ തരാണ്ട് എന്നായിരിക്കും കടക്കാരൻ പറയാം അല്ലേ? സഹോദരങ്ങളെ, അവരുടെ അക്കൗണ്ടിലുള്ളത് അവർക്ക് ബർക്കത്തില്ലാത്തവരാന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അവർക്കൊക്കെ ബർക്കത്തുണ്ട്, അത് അവർക്കുള്ളതാണ്.
അത് അവർക്കുള്ളതാണ്. അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന നമുക്ക് കിട്ടൂല, നമ്മൾ പണിയെടുക്കണം അവരെ പോലെ. അല്ലാതെ ആ ഹക്കും കൊക്കൊന്നും ഇങ്ങോട്ട് നമുക്ക് കിട്ടാനും പോകുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ആളുകൾ ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ മഹാന്മാരോട് ചോദിക്കുന്നില്ല എന്നാണല്ലോ ആളുകൾ പറയാറുള്ളത്. കേരളത്തിലെ കാന്തപുരം ഗ്രൂപ്പിലെ അറിയപ്പെടുന്ന മുഫ്തിയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹം ഫത്താവ മുഹയ്യിസുന്ന എന്ന പേരിൽ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ചോദ്യോത്തരം പോലെയുള്ള കുറേ കുറിപ്പടികളുണ്ട്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഈ നിലക്ക് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഒറ്റവാക്കിൽ ഉത്തരം: അനുവദനീയമാണ്. ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ഈ നിലക്ക് മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഉത്തരം: അനുവദനീയമാണ് എന്നാണ് മറുപടി കൊടുത്തത്. ഒരെണ്ണല്ല, ഡസൻ കണക്കിനുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളതുകൊണ്ട് ഒന്നിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് മരിച്ചുപോയ ആളുകളെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ അധ്യായത്തിലെ 20-21 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് റബ്ബ് പറയുന്നത്? വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യഖ്ലുഖൂന ശൈഅൻ വലാ യുഖ്ലഖുഹും യുഖ്ലഖൂൻ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ആരാധിക്കുന്നവരുണ്ടല്ലോ, വിളിച്ചു തേടുന്നവരുണ്ടല്ലോ, ഇസ്തിഗാസ നടത്തുന്നവരുണ്ടല്ലോ. ലാ യഖ്ലുഖൂന ശൈആ, ആ പ്രാർത്ഥിക്കപ്പെടുന്നവര്, ആരാധിക്കപ്പെടുന്നവര്, ദുആ ചെയ്യപ്പെടുന്നവര് യാതൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടികളാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. മാത്രമല്ല അംവാത്തുൻ, അവർ മരിച്ചു പോയവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവിച്ചിരിക്കുന്നവരെ അല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവരുടെ ഖബറിടങ്ങളിൽ നിന്നും എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പോലും അവർക്കറിയില്ല. അവരെയാണോ നിങ്ങൾ വിളിച്ചു തേടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തം തന്നെയാണ്. ഇവിടെ അല്ലാത്തവരോട് തേടാമോ എന്ന് ചോദിച്ചപ്പോൾ തേടാന്ന് മറുപടി പറയാൻ ഒരു ഉളുപ്പുണ്ടായിട്ടില്ല. പക്ഷെ അല്ല പറയുന്നു, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ശൈലി മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ലാ യഖ്ലുഖൂന ശൈആ വഹും യുഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് മാത്രമല്ല അംവാത്തുൻ, മരിച്ചു പോയവരാണ്. ഗൈറു അഹ്യാഇൻ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. ഈ ആയത്ത് ഉദ്ധരിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയുന്നതെന്താ അറിയോ? അംവാത്തുൻ എന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കളാണ്. ഗൈറു അഹ്യാഇൻ, അത് ജീവനുള്ളവയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ വിഗ്രഹങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. എന്നാൽ തൊട്ടുടനെ അല്ല പറഞ്ഞെന്താ? വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവരുടെ ഖബറിടങ്ങളിൽ നിന്നും എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പോലും അവർക്കറിയില്ല എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങളെ പറ്റിയാ. വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് മുസ്ലിയാക്കന്മാർ മയ്യത്ത് ഒളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് ഖബറിൽ വെച്ച് തൽക്കിൻ ചൊല്ലി കൊടുക്കല, എഴുന്നേറ്റ് വരുന്ന അറിയില്ല എന്ന് പറയാൻ. അവിടെയാണ് അള്ളാഹുവിൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിരക്ഷരരായ, നിരപരാധികളായ, അറിവില്ലാത്ത പാമരന്മാരായ ജനങ്ങളെ ഇവർ ചൂഷണം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും, സുന്നത്ത് ജമാഅത്താണ് നമ്മുടെ ചർച്ച. അതിൽ ഒന്നാം സ്ഥാനത്ത് പരിശോധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തും അള്ളാഹു അല്ലാത്തവരും തേടിയിട്ടുണ്ടോ? വലത്തുനിന്ന് എടുത്തോട്ട് എഴുതിയ ഒരൊറ്റ കിതാബിലും കാണൂല തേടി. അള്ളാഹിനെ മാത്രമേ അവർ വിളിച്ച് തേടിയിട്ടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ അവർ ദുആ ചെയ്തിട്ടുള്ളൂ. അവർ അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് കൂട്ടരെ അവിടെ അടിയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കാ മുശ്രിക്കുകളും തമ്മിൽ വേറെ ഒരു തർക്കമില്ലാന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജാഹിൽ വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോർത്ത്, മുഹമ്മദേ, നിന്നെ ഞങ്ങൾ നിഷേധിക്കണില്ല കേട്ടോ. സ്വാഭാവികമായുമുള്ള ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് പറഞ്ഞാൽ, നിന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കൂടെ ജീവിച്ച ആളല്ലേ, നിന്നെ ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കാതിരിക്കൂല, നിഷേധിക്കൂല കേട്ടോ. പക്ഷെ നീ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ ഖുർആൻ, ശരിയാവൂല.
നീ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, നിനക്ക് കിട്ടിയെന്ന് പറയണ ഖുർആൻ ശരിയാവൂല. അത് ശരിയാണെന്ന് സമ്മതിച്ചാൽ വളയമില്ലാതെ ചാടാൻ പറ്റൂല, വളയത്തിനകത്ത് കിടന്ന് ചാടാനേ പറ്റൂ. അതാണ് ഞാൻ ചോദിക്കട്ടെ, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔൻ എന്തിനാണ് എതിർത്തത്? മൂസ അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് 10, 100, 1000 ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഫിർഔൻ എന്താ കൂട്ടരെ നഷ്ടം? ഫിർഔൻ എന്താ നഷ്ടം? അധികാരം പോകുമോ? ഇല്ലല്ലോ. പക്ഷെ ഫിർഔന് മനസ്സിലായി ഇത് അപകടമാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാ അപകടമാണ്. കാരണം ഇത് അംഗീകരിച്ചാൽ വളയത്തിനുള്ളിൽ നിൽക്കേണ്ടി വരും, വളയില്ലാതെ ചാട്ടമൊന്നും നടക്കൂല. എൻ്റെ എല്ലാ തീരുമാനങ്ങളും ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ കീഴിലേക്ക് ചുരുങ്ങും, ഒതുങ്ങേണ്ടി വരും എന്ന് മനസ്സിലാക്കി കിബ്റ് കൊണ്ട് അംഗീകരിച്ചില്ല. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എവിടെയെങ്കിലും ഇരുന്ന് 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നെമ്രൂദിന് എന്താ പ്രശ്നം? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ അവർ മനസ്സിലാക്കി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ ഒരു വിളവും നടക്കൂല, അടങ്ങി ഒതുങ്ങി ആ വൃത്തത്തിനുള്ളിൽ നിൽക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹറമിൻ്റെ ഒരു മൂലയിരുന്ന് 10, 1000, 10000 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അബൂജഹലിനോ ഉത്ബത്തിനോ ഷൈബത്തിനോ വലീദിനോ വല്ല നഷ്ടമുണ്ടോ? ഇല്ല. അവർക്ക് മനസ്സിലായി സംഭവം. ഏതുപോലെ അവർക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ മനസ്സിലായി? ഇസ്ലാമിനെയും പ്രവാചകനെയും ജൂതൻ മനസ്സിലാക്കിയതുപോലെ അവർക്ക് പെട്ടെന്ന് ക്ലിക്കായി. ഏറ്റവും കൂടുതൽ ഇസ്ലാമാണ് ശരി എന്നറിയാവുന്നത് ആരെന്നറിയോ? ജൂതനാണ്. അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാരെന്നറിയോ? ജൂതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാരെന്നറിയോ? ജൂതനാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ ഇപ്പോൾ വനവൽക്കരണ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നട്ടുപിടിക്കുന്ന മരങ്ങളാകട്ടെ ഒർക്കത് മരങ്ങളാണ്. ഒർക്കത് മരങ്ങളുടെ തൈകളാണ് കൊടുത്തിട്ട് പരമാവധി സ്ഥലത്ത് ഒർക്കത് മരം നട്ടുപിടിപ്പിക്കാനാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. എന്തേ കാര്യം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് ഓർക്കത് മരത്തെ പറ്റി, അത് ജൂതൻ്റെ മരമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിനെക്കുറിച്ച്, ദജ്ജാലിനെ വധിക്കാനുള്ള വരവിനെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈസാ അലൈഹിസ്സലാം 2 മലക്കുകളുടെ ചിറകിൽ കൈകൾ വച്ചുകൊണ്ട് നീണ്ട മുടിയിൽ വെള്ളത്തുള്ളികൾ ഇറ്റ് വീഴുന്നത് പോലെ ഒരു മുണ്ടുടുത്തും ഒരു മുണ്ട് പുതച്ചും 2 വസ്ത്രങ്ങൾ മിഹ്റാമിൻ്റെ വസ്ത്രം പോലെ വസ്ത്രം ധരിച്ച് ദിമഷ്കിലുള്ള വെള്ളമുനാരത്തിൽ ആകാശലോകത്ത് നിന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുമ്പോൾ ദിമഷ്കിൽ വെള്ളമുനാരം ഇല്ല സഹോദരങ്ങളെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്നും ഇത് മൊഴിയുമ്പോൾ ദിമഷ്കിൽ വെള്ളമുനാരമില്ല. ഇന്ന് ദിമഷ്കിൽ വെള്ളമുനാരമുണ്ട്. മുനാരത്തിൻ്റെ കളർ പോലും അറിയിട്ടില്ല, മാറ്റാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, മനുഷ്യകുലത്തിൻ്റെ ഹൃദയങ്ങൾ നിയന്ത്രിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞതാണ് ഇന്ന സ്ഥലത്ത് തന്നെ ഈസ ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാ. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ തുടർന്ന് പറഞ്ഞതെന്താ? ദജ്ജാലിനോടൊപ്പം 70,000-ഓളം ജൂതപ്പടയുണ്ടാകും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യുദ്ധത്തിനായി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദജ്ജാലോടും. ലുദ് എന്ന് പേരുള്ള സ്ഥലത്ത് വെച്ച് ദജ്ജാലിനെ വധിക്കും. ആ ലുദ് എന്ന് പറയുന്നത് ഇന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അവിടെ വെച്ച് ദജ്ജാലിനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വധിക്കുമെന്ന് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭത്തിൽ ഓരോ ജൂതനും തിരിഞ്ഞോടി ഓരോ കല്ലിൻ്റെയും മരങ്ങളുടെയും പുറകിൽ ഒളിക്കും. ഓരോ കല്ലും ആ സമയത്ത് വിളിച്ചു പറയും, അല്ലാഹുവിൻ്റെ അടിമേ, ഇതാ ഒരു ജൂതൻ എൻ്റെ പുറകിലുണ്ട്, ഇവനെ വധിക്കുക എന്ന് ഓരോ കല്ലും വിളിച്ചു പറയുന്നതാണ്. ഇല്ലാ ഒർക്കത് മരം ഒഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒർക്കത് മരം അത് ജൂതൻ്റെ മരമാണ്. ഒർക്കത് മരം സംസാരിക്കില്ല. ആ ഒർക്കത് മരത്തിൻ്റെ പൊത്തിൽ ഓരോ ജൂതനും ഒളിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞത് ജൂതൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് വനവൽക്കരണ പദ്ധതിയിൽ ഒർക്കത് മരം നട്ടുപിടിപ്പിക്കുന്നത്. ജൂതന്മാരെ പറ്റി എന്താ മനസ്സിലാക്കിയ? ഓരോ 2 മിനിറ്റിലും അവർ ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. നമ്മളോ ഓരോ 2 മിനിറ്റിലും ഈ 2 പോത്തിനെ പറ്റി തിന്നാണ്. നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്.
ജൂതന്മാര് മനസ്സിലാക്കി